വാട്സപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ. അപ്പോൾ വാട്സപ്പ് വൃത്തിയാക്കി വലിയൊരു GB മെമ്മറി സ്പേസ് തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്ന ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം വാട്സപ്പ് വൃത്തിയാക്കാനുള്ള ഓപ്ഷൻ വാട്സപ്പിനകത്ത് തന്നെയുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം പരിമിതികളാണ്. നമുക്ക് വേണ്ടാത്ത ഫയലുകൾ കൃത്യമായി കണ്ടെത്തി കളയാനുള്ള ഓപ്ഷനൊന്നും വാട്സപ്പിനകത്തില്ല. വലിയൊരു GB മെമ്മറി സ്പേസ് തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുമ്പോഴുള്ള പ്രശ്നം, ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ യൂട്യൂബിൽ പലർക്കും ലിങ്ക് ലഭിക്കാറില്ല. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ തന്നെ വലതുഭാഗത്ത് മോർ എന്ന് ചെറുതായിട്ട് ഓപ്ഷൻ കാണാം. ചിലർക്ക് അവിടെ 3 ഡോട്ട്സ് ആയിരിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓണായി വരുന്നതാണ്. താഴെ നീല നിറത്തിൽ ലിങ്ക് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് വാട്സപ്പ് ക്ലീൻ ചെയ്യുന്നതെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം. എൻ്റെ ഫോണിൽ ഓൾമോസ്റ്റ് മെമ്മറി ഫുള്ളാണ്. 256 GB-യിൽ 246 GB ഉപയോഗിച്ചിട്ടുണ്ട്. വെറും 10 GB മെമ്മറി സ്പേസ് ആണ് ഫോണിലുള്ളത്. ഇനി വാട്സപ്പ് ക്ലീൻ ചെയ്തിട്ട് മാത്രം വലിയൊരു മെമ്മറി സ്പേസ് തിരിച്ചു പിടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ വാട്സപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അലോ ആക്സസ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ഓപ്ഷൻ ഓണായി കിട്ടും. ഇവിടെ താഴെയായിട്ട് യൂസ് ദിസ് ഫോൾഡർ എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് അലോ കൊടുക്കുന്നതോടെ പെർമിഷൻ ഓക്കെ ആകും. എന്നാൽ ചില ഫോണുകളിൽ ഇത്തരത്തിൽ പെർമിഷൻ കൊടുത്താൽ പെർമിഷൻ ഓക്കെ ആകില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പ്ലേ സ്റ്റോറിൽ പോയാൽ ഇതേ ആപ്ലിക്കേഷൻ തന്നെ അപ്ഡേറ്റ് വന്നതായി കാണാം. അപ്ഡേറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്കും ആക്സസ് അലോ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ തന്നെ നമ്മുടെ വാട്സപ്പിനകത്തിരിക്കുന്ന എല്ലാ ഫയലുകളും റീഡ് ചെയ്തിട്ട് ഡോക്യുമെൻ്റ്, വീഡിയോ, ഓഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വേർതിരിച്ച് തരുന്നതാണ്. എൻ്റെ ഫോണിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഡോക്യുമെൻ്റ് ഫയലാണ്. കാരണം ഞാൻ ഡോക്യുമെൻ്റാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കുന്നത്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമുള്ളത് റിസീവ്ഡിലാണ്. ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്ന ഫയലുകളാണ്. ഇനി തൊട്ടടുത്ത് സെൻഡ് എന്ന് കാണാം. അതായത് സെൻഡ് റിസീവ്ഡ് എന്നുണ്ടാവും. ഈ റിസീവ്ഡ് നമുക്ക് ഭൂരിഭാഗം വേണ്ടുന്നതായിരിക്കും. പക്ഷേ തൊട്ടടുത്തുള്ള സെൻഡ് ഉണ്ടല്ലോ, സെൻഡ് ഫയലുകൾ നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോപ്പി നമ്മുടെ ഫോണിലും കിടക്കുന്നുണ്ട്, വാട്സപ്പിനകത്തും കിടക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പിൻ്റെ ഏറ്റവും പ്രശ്നം ഇതാണ്, സെൻഡ് ഫയലുകൾ നമ്മുടെ വാട്സപ്പിനകത്ത് ഒരു കോപ്പി ആയിട്ട് കിടക്കും. അപ്പോൾ സെൻഡ് ഫയൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്താൽ മുകളിൽ ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അത് ടിക്ക് മാർക്ക് കൊടുത്താൽ എല്ലാം മാർക്കാകുന്നതാണ്. ഇനി ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് മൂവ് ടു ട്രാഷ് എന്ന ഓപ്ഷൻ കിട്ടും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൽ നിന്ന് ഇത് ഡിലീറ്റ് ആവുകയല്ല ചെയ്യുന്നത്, ട്രാഷിലേക്ക് മൂവ് ആവുകയാണ്. ട്രാഷിൽ നിന്നും ഇത് കളയേണ്ടതുണ്ട്. പിന്നെ ചില സമയത്ത് ഒരുപാട് ഫയലുകൾ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഓൾ മാർക്ക് ചെയ്താലും എല്ലാം ഡിലീറ്റ് ആവില്ല. വീണ്ടും സെൻഡ് ഫയൽ ഇതുപോലെ ഫയലുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ട്രാഷിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഫയലുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 3 തവണയൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ മൂവ് ടു ട്രാഷ് കൊടുക്കേണ്ടി വരും. ഇതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് ഫോട്ടോ, വീഡിയോ ഓപ്ഷനൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിസീവ്ഡ് ഫയൽ നമുക്ക് വന്ന ഫയലുകളാണ്. അത് നോക്കിയിട്ട് മാത്രം ഓരോന്നേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. എല്ലാം മാർക്ക് ചെയ്ത് കളയരുത്. സെൻഡ് ഫയലുകൾ നിങ്ങൾക്ക് ധൈര്യസമേതം എല്ലാം മാർക്ക് ചെയ്ത് കളയാൻ സാധിക്കും. കാരണം അതൊക്കെ ഗാലറിയിൽ ഒരു കോപ്പി ഉണ്ട്. നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് വാട്സപ്പിനകത്ത് കോപ്പി നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കോപ്പി ഫയലുകൾ സെൻഡിൽ നിന്ന് നമ്മളെല്ലാം മാർക്ക് ചെയ്ത് കളയാം. ഫോട്ടോ, വീഡിയോ ഒക്കെ കളയാം. അതിൻ്റെ കൂടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ അവസാനം ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ ഫോണിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വാട്സപ്പിൽ വന്ന ഫയൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ടും കളയാൻ പറ്റും. ഇനി ഓഡിയോ ഫയലിലേക്ക് വരുമ്പോൾ ഇങ്ങനെയല്ല. ഓഡിയോയിൽ നമുക്ക് റിസീവ്ഡ് സെൻഡ് എന്നൊന്നും ഉണ്ടാവില്ല. എല്ലാം ഒരുമിച്ചിട്ടാണ് ഉണ്ടാകുക. വാട്സപ്പിൽ വന്ന ആയിരക്കണക്കിന് ഓഡിയോ ഫയലുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് അതൊന്നും വേണ്ടെങ്കിൽ എല്ലാം മാർക്ക് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മെമ്മറി സ്പേസ് കിട്ടും. പക്ഷേ വാട്സപ്പിൽ മറ്റുള്ളവർക്കൊക്കെ പണ്ടൊക്കെ അയച്ച മെസ്സേജുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കളയരുത്. ബാക്കിയൊക്കെ കളഞ്ഞാൽ തന്നെ വലിയൊരു GB മെമ്മറി സ്പേസ് കിട്ടും. ഇങ്ങനെ കളഞ്ഞാലും ഫോണിൽ നിന്ന് പോകില്ല. ഫോണിൽ നിന്ന് കളയണമെങ്കിൽ ഇവിടെ ഇടതുഭാഗത്ത് 3 ലൈൻസ് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രാഷ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഓപ്ഷൻ കാണാം. ഏകദേശം 14 GB ആണ് എനിക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നത് ട്രാഷ് ക്ലീൻ ചെയ്താൽ. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്തൊക്കെ ഇതിനകത്തുണ്ടാവും. ഏറ്റവും മുകളിൽ empty all എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മളിപ്പോൾ വാട്സപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത എല്ലാ ഫയലും കളയാൻ സാധിക്കുന്നതാണ്. നമുക്ക് വലിയൊരു GB മെമ്മറി സ്പേസ് തിരിച്ചു കിട്ടും. ഞാൻ എൻ്റെ മെമ്മറി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ, എനിക്ക് ഏകദേശം 14 GB ആണ് മെമ്മറി സ്പേസ് തിരിച്ചു കിട്ടിയത്. ഇതുപോലെ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത ഫയലുകൾ കളഞ്ഞിട്ട് തന്നെ നമുക്ക് വലിയൊരു മെമ്മറി സ്പേസ് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.